ഇനി രാവിലെ തന്നെ നല്ല മഴയേനു. ഇപ്പൊ മഴ കുറച്ച് കുറവുണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മളെ പണി ചട്ടിയിൽ കുറച്ച് പച്ചക്കറിന്റെ തൈകളൊക്കെ നട്ടു കൊടുക്കണം. അപ്പൊ ആദ്യം തൈകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് നട്ടു കൊടുക്കാനുള്ള തൈകള്. എന്ന് നമ്മൾ ഒരേ ഐറ്റം തന്നെയല്ലേ ചട്ടിയിലൊക്കെ നടുന്നത്. ഇതൊരു വെറൈറ്റി ആണ്. ഇത് ഉമ്മാന്റെ ഒരു ഐഡിയ കേട്ടോ. ഉമ്മ പറഞ്ഞു പൂച്ചെടിയൊക്കെ നടുന്ന പോലെ നമുക്ക് പച്ചക്കറിയൊക്കെ ചട്ടിയിലാക്കി വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും പറഞ്ഞിട്ട് ഉമ്മ എന്താ ചെയ്തു, കുറച്ച് വെറൈറ്റി ആയിട്ട് എല്ലാ ഐറ്റം കുറച്ച് വാങ്ങിയിട്ട് അത് ചട്ടിയിൽ നട്ടു കൊടുക്കുക. അപ്പൊ ആദ്യം തൈകളൊക്കെ ഒന്ന് ഏതൊക്കെയെന്ന് പറഞ്ഞുതരാം. ഇതാണ്, ഇത് ക്യാരറ്റിന്റെ തൈ കേട്ടോ. ക്യാരറ്റ് ഒക്കെ നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഉണ്ടായിരുന്നു. ബിയമോള് ക്യാരറ്റിന്റെ വിത്തൊക്കെ ഗ്രോ ബാഗിൽ നട്ട് അത് വിളവെടുക്കുന്നൊക്കെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നല്ല റിസൾട്ട് ആയിരുന്നു. നമുക്ക് ഏകദേശം 4 കിലോന്റെ അടുത്ത് ക്യാരറ്റ് ഒക്കെ കിട്ടിയിരുന്നു അത് ചെയ്ത സമയത്ത്. അപ്പൊ ഇതാ കുറച്ച് ക്യാരറ്റിന്റെ ട്രേ തൈ വാങ്ങിച്ചാട്ടോ നമ്മള്. അതൊക്കെ നമ്മൾ വിത്ത് മുളപ്പിച്ചുണ്ടാക്കിയിരുന്നു. ഇത് നമ്മൾ ട്രേ തൈ വാങ്ങിച്ചതാണ്. അതുപോലെ ഇതാ ബീട്രൂട്ട് കേട്ടോ, ബീട്രൂട്ടിന്റെ തൈകള്. പിന്നെ ഇത് ചൈനീസ് കാബേജ്. പിന്നെ ഇവിടെ മുള്ളങ്കി ഉണ്ട് കേട്ടോ. മുള്ളങ്കി ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യാറ്. മുള്ളങ്കി പെങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് കുറച്ച് മുള്ളങ്കിന്റെ തൈ വാങ്ങിയിട്ട്. പിന്നെ നമ്മളെപ്പോഴും ചെയ്യുന്ന സാധനമാണ് ക്യാപ്സിക്കം. ഇതൊക്കെ കുറച്ചല്ലോ കേട്ടോ, നമ്മള് ചട്ടിയിൽ നടാനായിട്ടുള്ള കുറച്ച് തൈകളെടുത്ത്. ബജിമുളക്, ബജിമുളക് 5 തൈ വാങ്ങിയിട്ടതാ. പിന്നെ ഒരു കാര്യം പറയാം, തൈകളൊക്കെ നമ്മള് കൊണ്ടുവച്ചിട്ട് കുറച്ച് ദിവസമായി. ഇതെല്ലാത്തിനും നോക്ക് ചൈനീസ് കാബേജ് ഒക്കെ പുഴു വന്നിട്ട് നോക്ക്. ചൈനീസ് കാബേജ് ഏകദേശം പുഴു കുറേ കഴിച്ചിട്ടുണ്ട്. പിന്നെങ്കിലും നട്ടില്ലെങ്കിൽ ഇതൊന്നും കിട്ടൂല. അതാ ക്യാപ്സിക്കം തൈകൾ കാണുന്നില്ല, ഒക്കെ പുഴു നിന്ന് പോയിട്ട് ഇതാ ബജിമുളകിലൊക്കെ ഇങ്ങനെ കഴിച്ചു പോയിട്ടുണ്ട്. അപ്പം ഇതിന് വേഗം നട്ടു കൊടുക്കണം. പിന്നെ ഇതാ വഴുതന കേട്ടോ. വഴുതന നമ്മൾ അധികം ഇപ്പൊ ചെയ്തിട്ടൊക്കെ ഉള്ളത് നീളം വഴുതനയാണ്, വെള്ള നീളം വഴുതന. ഇത് നീളം വഴുതന തന്നെയാണ്, പക്ഷെ നല്ല വയലറ്റ് നിറാണ്, നല്ല ഭംഗിയുണ്ട് അതൊക്കെ ചട്ടി ഉണ്ടായി കാണാൻ. പിന്നെ കുറച്ച് കോളിഫ്ലവറിന്റെ തൈ ഉണ്ട്. അപ്പൊ ഈ തൈകളാണ് നമുക്ക് നട്ടു കൊടുക്കേണ്ടത്. ഇങ്ങനെ വെച്ചാൽ എന്തായാലും വേണ്ടില്ല, ഒരു വെറൈറ്റി ആവും. ഇപ്പൊ തൈകളെ കോലം നിങ്ങൾ നോക്കേണ്ടത് ഇതൊക്കെ റെഡിയാക്കി എടുക്കട്ടോ. വൈകിയതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ പറ്റിയത്. പിന്നെ എന്ത് പെട്ടെന്ന് അറിയാം, പച്ചപ്പുഴു വന്നിട്ട് വേഗം ഇലകളൊക്കെ കഴിച്ചു പോകാൻ. ഇതൊക്കെ നട്ടു കൊടുക്കാനുള്ള ചട്ടികൾ ഇന്നലെ തന്നെ സെറ്റാക്കി വെച്ച് ഇതൊക്കെ നമ്മളെ ചട്ടികള്. മഴ തുടങ്ങിയിട്ട് ഇന്നലെ തുലാമഴ തുടങ്ങിയിട്ട് ഇന്നലെ ഒരു ഗ്യാപ്പ് കിട്ടിയത് മഴയ്ക്ക്. അപ്പം വേഗം ചട്ടികളൊക്കെ നിറച്ച് വെച്ച്. പിന്നെ നമ്മുടെ മുറ്റത്ത് ഇഷ്ടം പോലെ മണ്ണ് മിക്സ് ചെയ്ത് കൂട്ടിയിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടോ, ഇത്രയും ചട്ടി നിറച്ചപ്പോഴത്തേക്കും നമ്മൾ മിക്സ് ചെയ്ത മണ്ണൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ചട്ടി നിറയ്ക്കുന്ന പിന്നെ ഒരു വീഡിയോ ഒന്നും ചെയ്യണ്ട. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചട്ടി നിറയ്ക്കുന്ന വീഡിയോ ചെയ്യലുണ്ട്. ഇതിൽ ആദ്യം എന്ത് ചെയ്ത് നമ്മൾ ഓടിന്റെ പൊട്ട് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ കരിയില വെച്ച് പിന്നെ നമ്മളിതാ ഈ മിക്സ് ചെയ്ത മണ്ണ്, നമ്മൾ മിക്സ് ചെയ്ത മണ്ണ്. അപ്പൊ മണ്ണിൽ നമ്മൾ ചേർത്തിട്ടുള്ളത് മണ്ണ്, മണൽ, കുമ്മായം. ഇത് നമ്മൾ ആദ്യം എന്ത് ചെയ്യാൻ മിക്സ് ചെയ്തു. നമ്മൾ വീഡിയോയിൽ ചില ആളുകൾ നമ്മളെ മുന്നത്തെ വീഡിയോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാണ്. അങ്ങനെ നമ്മൾ മണ്ണ്, മണൽ, കുമ്മായം ആദ്യം മിക്സ് ചെയ്ത് വെച്ചേക്ക് നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യും, ജൈവവളമായിട്ട് ആട്ടിൻകാഷ്ടം ചേർക്കും. പിന്നെ നമ്മളിപ്പോൾ അധികം ചകിരിച്ചോറ് ഉപയോഗിക്കലേ ഇല്ല. നമ്മൾ കോഴിഷെഡിലെ എന്താ ഇത് നമ്മൾ കോഴിഷെഡിൽ ഉപയോഗിക്കുന്ന അറക്കപ്പൊടി ഉണ്ട്, അത് ഇതിലേക്ക് മിക്സ് ചെയ്താൽ ഒന്ന് നല്ല ഈർപ്പും നിൽക്കും. പിന്നെ മണലിന്റെ അതേ ഗുണം ചെയ്യുന്നുണ്ട്, നല്ല വേരോട്ടത്തിനൊക്കെ ഈ അറക്കപ്പൊടി നല്ലതാണ്. അങ്ങനെ മിക്സ് ചെയ്ത് വെച്ച മണ്ണാണ് ഇപ്പം നിറച്ചിട്ടുള്ളത്. ഇനി നമുക്ക് കൂട്ടി വെച്ച മണ്ണൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കളത്തിൽ നല്ല കൂട്ടി വെച്ചിരുന്ന മണ്ണൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി പുതിയത് അടുത്ത ചട്ടിയൊക്കെ നിറയ്ക്കാനായിട്ട് സെറ്റ് ആക്കി വെക്കണം. അപ്പൊ ഞാനും ഉമ്മി തൈകളൊക്കെ നട്ടു തുടങ്ങിയിട്ടുണ്ട്. ഉമ്മ ബീട്രൂട്ടിന്റെ തൈയായിട്ട് വെച്ചു കൊടുക്കുന്നത്. ഒരു ചട്ടിയിൽ തന്നെ കണ്ടില്ലേ, ഇതുപോലെ 4 ആക്കി വെച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് വിട്ട് വിട്ട് വെച്ചാൽ 4 വെക്കാവുന്നില്ലേ. ഇതുകൊണ്ട് ബജിമുളകിന്റെ കാര്യം പറയണ്ട, 5 ബജിമുളകിന്റെ തൈ വാങ്ങിയിട്ട് ഇപ്പോൾ 2 ഉള്ളൂ. 2 തന്നെ പുഴു നിന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പം 2-3 തൈകളും കൂടെ വാങ്ങിക്കാം. ഇത് സെറ്റായി വരുമ്പോൾ വേഗം പോയിട്ട് 2-3 തൈകൾ കൊടുത്താലും എന്താ വെച്ചാൽ 5 വേണ്ട, നമുക്ക് ഇന്ന് ഉണ്ടായി കിട്ടുമ്പോൾ പിന്നെ ബജിമുളക് കുറഞ്ഞു വരുന്നല്ലോ. തൈകൾ ഇങ്ങനെ റെഡിയാക്കി വേഗം നട്ടു പോവാം. അപ്പൊ മഴയ്ക്കൊരു കുറവുണ്ട്, അതുകൊണ്ട് നമ്മള് ഇവിടെ മുറ്റത്ത് വെച്ച് തന്നെ അതൊക്കെ നട്ടു കൊടുക്കുന്നത്. ഇപ്പൊ ഈ നടുന്ന തൈകളിൽ എളുപ്പത്തിൽ നടാൻ പറ്റിയ തൈകളാണ് ഇതാ വഴുതന, ക്യാപ്സിക്കം, ബജിമുളകൊക്കെ. ഞാൻ വേഗം തൈ അതെടുത്ത്. മറ്റേത് ക്യാരറ്റ്, അമ്മക്ക് ക്യാരറ്റും ബീട്രൂട്ടൊക്കെ നടാൻ നല്ല ക്ഷമ വേണം. അത് ഉമ്മാക്ക് തന്നെ കൊടുക്കുന്നത്. അത് ഓരോന്നും ഇങ്ങനെ ഉണ്ടോ, തൈകൾ വേർതിരിച്ചിട്ട് ഒരു ചട്ടിയിൽ തന്നെ നമുക്ക് 4 തൈകളൊക്കെ നട്ടു കൊടുക്കണം. അതിന് നല്ല ക്ഷമമാണ്, എനിക്ക് ക്ഷമയില്ല. അതുകൊണ്ട് ഞാൻ വേഗം എന്താ വഴുതനന്റെ തൈയൊക്കെ നട്ടു പോവാണ്. ഈ വഴുതന നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ കാണാന്ന് വെച്ചാൽ വയലറ്റ് ആണ്, വയലറ്റിന് നീളന്. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ കുറച്ച് ചെയ്തിരുന്നു. അതിന് ഗ്രോ ബാഗിൽ നട്ടിട്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. അതുകൊണ്ടാണ് ഉമ്മ ഈ വഴുതന പ്രാവശ്യം നേഴ്സറി പോയിട്ട് ചോദിച്ചു വാങ്ങിയത്. നമ്മൾ അധികം ചെയ്യല് വെള്ള വഴുതന നീളത്തിലുള്ളതാണ്. ഇത് വയലറ്റിൽ നല്ല നീളം വഴുതനയാണ്. ഇതെന്തില്ല, ഇത് വേഗം നടാൻ കഴിയും. ഉമ്മ ബീട്രൂട്ട് നടാൻ തന്നെ കുറച്ച് പണി പെട്ടിട്ടുണ്ട്. പക്ഷെ അത് അങ്ങനെ നടണം കേട്ടോ, നല്ല സെറ്റാക്കി നമ്മൾ നട്ടതൊക്കെ ഇങ്ങനെയാണ് നടന്നത്. നമ്മൾ കുറച്ച് വിട്ടിട്ട് ഒരു ചട്ടിയിൽ തന്നെ 4 തൈകളൊക്കെ വെക്കണം. ഇവിടെ കണ്ടില്ലേ ക്യാരറ്റ് വെക്കുന്നത്. ഈ ട്രേയിൽ നടന്നുകൊണ്ടാണ് ഇങ്ങനെ എടുത്തുകൊണ്ടാണ് കുറച്ച് ബുദ്ധിമുട്ട്. മറ്റേ പാവിയതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ഒരു ഇതിൽ തന്നെ 3-4 വിത്തിട്ടിട്ട് അങ്ങനെ പോലെ. അപ്പൊ അങ്ങനെ ഓരോ സൈഡിൽ നിന്നായിട്ട് മുളച്ചു വരും. ഞങ്ങൾ ട്രേ തൈ വാങ്ങിച്ചുകൊണ്ടാണ് ഇങ്ങനെ നടേണ്ടി വന്നിട്ടുള്ളത്, അങ്ങനെ പിരിച്ചു നടേണ്ടത്. അപ്പൊ വഴുതനയും നട്ട് കഴിഞ്ഞു. നമ്മൾ വേഗം ക്യാപ്സിക്കം എന്തായാലും 5 തൈയുണ്ട്. ഒരു തൈയില് ഇതാ തലയില്ല കേട്ടോ. ഇത് മുള വരുമായിരിക്കും. നമ്മുടെ ചെറിയ തൂമ്പൊക്കെ ഉണ്ട്. എന്താ പറയില്ലേ, പച്ചപ്പുഴുവിന്റെ ശല്യം ഭയങ്കര. നമ്മൾ ഇങ്ങനത്തെ തൈകളൊക്കെ കൊണ്ടുവച്ചാല് പെട്ടെന്ന് തന്നെയാണ് ഇപ്പൊ പുഴു കയറുന്നത്. ഇത് മുള്ളങ്കിന്റെ തൈയാണ്. നമ്മൾ ഒരു തൈയായിട്ട് തന്നെ കേട്ടോ വെച്ചു കൊടുക്കുന്നത്.
ക്യാരറ്റും ബീട്രൂട്ടൊക്കെ നട്ടുപോലെ കുറേ എണ്ണം വെച്ച് കൊടുക്കുന്നില്ല. ഈ ക്യാരറ്റും ബീട്രൂട്ട് ഇപ്പോൾ ഇങ്ങനെ കുറേ എണ്ണം വെച്ചത് എന്താ വെച്ചാൽ 4 എണ്ണമൊക്കെ ഒന്നിലും ഉണ്ടായി കിട്ടും. പിന്നെ കുറച്ച് വലിയ ചട്ടിയാണ്. പിന്നെ ചില തൈകളൊക്കെ എന്തായാലും പോവും. അതുകൊണ്ടാണ് നമ്മൾ 4 എണ്ണം വെച്ച് കൊടുക്കുന്നത്. അതൊക്കെ ഒന്ന് നട്ടാൽ ചിലപ്പോൾ ആ ചീഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ചട്ടിയിൽ തൈകൾ ഉണ്ടാവില്ല. പക്ഷെ മുള്ളങ്കി ഇതൊക്കെ കുറച്ച് വലിയ തൈകളുമാണ്. അതുകൊണ്ട് ഒറ്റ തന്നെ നട്ടു കൊടുത്താൽ മതി. ഇതിവിടെ കണ്ടോ, ഇത് ചൈനീസ് ക്യാബേജ് ആണ്. ഇതുമ്മ നട്ടുപോയതാണ്. ഇതൊക്കെ ഒറ്റ തൈ ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. അതൊന്നും 2 തൈ വെക്കൂല. ക്യാരറ്റും ബീട്രൂട്ട് മാത്രമായിട്ട് നമ്മൾ 4 തൈയൊക്കെ ആക്കി വെച്ച് പോന്നിട്ടുള്ളത്. ഇതാ കോളിഫ്ലവറും കൂടെ നട്ട ശേഷം നടൽ കഴിയും. കോളിഫ്ലവർ പിന്നെ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ പുറത്ത് ചെയ്യുന്നത്, നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തിരുന്നു ശീതകാല പച്ചക്കറി തൈകൾ നമ്മൾ റെയിൻ ഷെൽട്ടറിൽ കൊണ്ടുവച്ചതൊക്കെ. അതിൽ 500ഓളം നമ്മൾ കോളിഫ്ലവർ തന്നെ നടുന്നുണ്ട്. ഇതിൽ നമ്മൾ കുറച്ച് എന്തെങ്കിലും നമുക്ക് ഇത് ഡിസൈൻ ചെയ്യാനുള്ളതല്ലേ, അതുകൊണ്ട് ഇതിൽ കുറച്ച് കോളിഫ്ലവറും കൂടെ എടുത്ത് നട്ടു കൊടുക്കാം. നമ്മൾ തൈകളൊക്കെ നടുമ്പോൾ സ്യൂഡോമോണസിൽ മുക്കലുണ്ട്. പിന്നെ ചെയ്യുന്നത് അത് കലക്കിയിട്ട് എല്ലാത്തിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നട്ട് കഴിഞ്ഞിട്ട് അതും കൂടെ ഒന്ന് ചെയ്യണം. സ്യൂഡോമോണസ് ഒക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ഗുണം എന്താ വെച്ചാൽ ഇതിന്റെ വേരിൽ വരുന്ന രോഗങ്ങൾ, നമ്മുടെ വേരിലൂടെ വരുന്ന രോഗങ്ങളൊക്കെ ഒരു പരിധി വരെ പോകും. വേരിൽ രോഗം വരുമ്പോഴാണ് പെട്ടെന്ന് വാട്ടരോഗമൊക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ പോവുകയും ചെയ്യും, നല്ല രീതിയിൽ വേരുകൾ വരും. അപ്പോൾ വേഗം തന്നെ നമ്മൾ നട്ട ഈ മണ്ണിലോട്ട് ഇത് പിടിച്ചാലും സെറ്റ് ആവുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ അതൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശമൊക്കെ നട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു ഓർഡറിലൊന്നുമല്ല, ഇത് നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കണം. അപ്പോൾ നല്ല മഴ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല മഴത്ത് വെച്ചാലൊക്കെ തൈകളൊക്കെ വീണ്ടും കേടായി പോകും. അപ്പോൾ മഴയില്ലാത്ത സ്ഥലത്തേക്ക് മാറ്റി വെച്ചിട്ട് ഒന്ന് പൊന്തിയതിന് ശേഷമാണ് നമ്മളൊക്കെ ഓർഡറിൽ വെക്കുക. അപ്പോഴാണ് ഇതിന്റെ ഭംഗിയൊക്കെ വരും. ഇതൊക്കെ ഒന്ന് വലിപ്പം വെച്ച് വരണം. ഈ ഒരു ഇതിലൊക്കെ നട്ട് കഴിഞ്ഞാൽ ഇത് പൂച്ചെടി പോലെ ഭംഗിയൊന്നും ഉണ്ടാവില്ല. ഓരോ തൈകൾക്ക് ഒന്ന് 2 ആഴ്ച കഴിഞ്ഞ് ഉഷാറായി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഇതിൽ ഡിസൈൻ ആക്കിയിട്ട് മോഡലാക്കി വെക്കാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. പറ്റുന്ന എല്ലാവരും ഇതുപോലെ കുറച്ചൊക്കെ തൈകളൊക്കെ വാങ്ങിയിട്ട് പച്ചക്കറി കഴിക്കാൻ മാത്രമല്ല നമുക്ക് എന്ത് ചെയ്യുക, പൂച്ചെടികളൊക്കെ പോലെ ഭംഗിക്കും കൂടെ ചെയ്യാന്നുള്ള രീതി കാണിക്കാനാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഉമ്മാന്റെ ഐഡിയ എത്രത്തോളം റെഡിയാവുന്നൊക്കെ നമുക്ക് ഈ തൈകൾ കുറച്ച് വലുതായിട്ട് അറിയാം.